മുനിസിപ്പൽ കൗൺസിലർ സാജൻ വർക്കി, പഞ്ചായത്ത് മെമ്പർ ഷാജു മേലാപ്പള്ളി, അതുപോലെ അക്രാക്കിൻ്റെ പ്രസിഡന്റ് ജോസ് ചക്കിയത്ത്, അതുപോലെ അമ്രയുടെ പ്രസിഡന്റ് പൗലോസ് കെ എ, നമ്മുടെ രക്ഷാധികാരികൾ, അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചില്ല ഫാദർ ബെന്നി നൽക്കര. അദ്ദേഹം വികാരി ജനറലാണ്, വളരെ തിരക്കുള്ളതുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. കഴിഞ്ഞ 9/5/2019 ആരംഭിച്ച നമ്മുടെ ഈ വർഷങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അക്രാക്ക് എന്ന സംഘടന വഴി നമുക്ക് കാരുണ്യസ്പർശം വഴി ഫ്രീ ഡയാലിസിസ് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോളോ LF ഹോസ്പിറ്റലിൻ്റെ ഡിസ്കൗണ്ട് കാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഈ കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പലർക്കും സഹായങ്ങൾ, പ്രത്യേകിച്ച് വർഗീസ് പുതുശ്ശേരിയും RB നഗറും ചേർന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായവും മറ്റും ചെയ്തു പോരുന്നുണ്ട്. അതുപോലെ നമ്മൾ അക്രാക്കിൻ്റെ സഹകരണത്തോടെ മെട്രോ കറുകുറ്റി വരെ നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിനോടൊപ്പം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൊക്കെ അതിപ്രധാനമായൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ബെന്നി ബെഹനാന്റെയും MP, അതുപോലെ MLA-യുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുനിസിപ്പൽ ചെയർപേഴ്സന്റെയും സഹായത്തോടെ നമുക്ക് RBDC-യുടെ ഈ സ്പാനുകളിൽ എന്ന് പറഞ്ഞാൽ റെയിലിന്റെ പടിഞ്ഞാറ് വശത്തുള്ള എല്ലാ സ്പാനുകളുടെയും കീഴെ നമ്മൾക്ക് ഓപ്പൺ ജിംനേഷ്യം നടത്താനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഗെയിംസ് ഏർപ്പെടുത്താനും IRDC-യുടെ പെർമിഷൻ ലഭിച്ചു എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അത് മാത്രമല്ല അത് തുടർന്ന് വളരെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ സ്ഥലമെല്ലാം ടൈൽസ് ഇടണം, അതുപോലെ തന്നെ അവിടെ ജിംനേഷ്യത്തിനുള്ള സാധനങ്ങൾ ഒരുക്കണം, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതിന് വളരെയേറെ പണച്ചെലവുണ്ട്. എന്നാലും MLA-യോട് നേരത്തെ സംസാരിച്ചിരുന്നു, അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ബാബുസാനി പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ചെയർപേഴ്സൺ ചേർന്ന് എല്ലാവരും ചേർന്ന് ഞങ്ങളെ സഹായിക്കണം, അതെല്ലാം നടത്തി തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ. ക്ഷണിക്കുന്നു. നമ്മുടെ RB നഗർ എന്നും നന്മതൻ പൊൻപുലരി.
ഒട്ടേറെ സേവനങ്ങൾ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ മുൻപന്തിയിലാണ്. കാരണം പല കുടുംബങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കുടുംബത്തിലുള്ള ചെറിയ ഒരു കാൽവയ്പ് പോലും അത് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും എല്ലാം വളരെ വലിയ ഒരു നേട്ടമാണ് കൊയ്തെടുക്കാൻ പറ്റുന്നത്. ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെ വീടുകളിലുള്ള ശുചിത്വം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ നഗരസഭയ്ക്കും ഒക്കെ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ആയാലും ഞങ്ങളിപ്പോൾ ബയോബിൻ കൊടുക്കുന്നുണ്ട്. അത് 10% മാത്രം ഗുണഭോക്താക്കളുടെ അടുത്ത് നിന്ന് മേടിക്കണുള്ളൂ. അപ്പോൾ അത് ആ റെസിഡൻസ് അസോസിയേഷനുകൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവർ വഴിക്ക് ആരെങ്കിലും വീട്ടിൽ ഇതില്ലാത്തതുണ്ടെങ്കിൽ അവർ തന്നെ ഏറ്റെടുത്ത് പൈസ കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കാനും ഒക്കെ അവരൊരു നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും നമ്മളുടെ സമൂഹത്തിന് നമ്മൾക്ക് നന്മ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ തന്നെയാണ്. അപ്പോൾ ഇനിയും ഇപ്പോൾ വൈകിയ വേളയിൽ നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അത് കാണാനായിട്ട് ഇരിക്കുകയാണെന്നറിയാം. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനിയും ഇതേപോലുള്ള വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വന്ന വഴികളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഇനി വരാനായിട്ട് നമ്മുടെ പുതിയ പുതിയ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും അതിനെ ഓർമ്മപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇനിയും ഈ അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ നല്ല മികച്ച നേട്ടങ്ങൾ